ഹായ് വെൽക്കം ടു റിനീഷ്യ CS Edu വേൾഡ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കാൻ പോകുന്നത് എൻക്രിപ്റ്റഡ് ടണലിനെ കുറിച്ചാണ്. ഫയർവാൾസ് ആൻഡ് എൻക്രിപ്ഷൻ. നമ്മളിപ്പം ഒരു ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സ് അതിന് അഡ്വാൻറ്റേജ് എടുക്കും. ഹാക്കേഴ്സ് അത് ഹാക്ക് ചെയ്ത് ഡേറ്റാസ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിനകത്ത് അഡ്വാൻറ്റേജ് വരുന്നത്? പ്രിസർവ് ഡേറ്റ ഇൻറ്റിഗ്രിറ്റി പ്രിസർവ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രീസ് ദ കോൺഫിഡൻഷ്യാലിറ്റി ഇൻക്രീസ് ചെയ്യും. ഈസ് റിലൈഡ് അപ്പോൺ ബൈ യൂസർ ഒതൻറ്റിക്കേഷൻ. ഓക്കെ, ഈസ് റിലൈഡ് അപ്പോൺ ബൈ യൂസർ ഒതൻറ്റിക്കേഷൻ. പ്ലേസ് എ ഫണ്ടമെൻ്റൽ റോൾ ഇൻ എനേബിളിംഗ് VPNs. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ. ഇപ്പൊ VPNs ഹാക്കേഴ്സ് അൺഎൻക്രിപ്റ്റഡ് പാക്കേജ് ആണ് ഇപ്പം നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ അൺഎൻക്രിപ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം എൻക്രിപ്റ്റ് ചെയ്താണ് അയക്കുന്നത്. അപ്പം ഇവിടെ ഹാക്കേഴ്സ് എന്ത് ചെയ്യാം? മേ ബി ഈ ഹെഡറിന് കറക്ഷൻ വരുത്താം, കറപ്റ്റഡ് ആക്കാം, അല്ലെങ്കിൽ ഡേറ്റയെ എന്ത് ചെയ്യാം? കറപ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ കിട്ടില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഹെഡർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൾക്കാർക്കില്ല ഇത് റിസീവ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ഇങ്ങനെയാണ്. ഇപ്പം എൻക്രിപ്ഷൻ ചെയ്തില്ലെങ്കിൽ ഹാക്കേഴ്സ് ഇങ്ങനെ ചെയ്യാം. എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കേഴ്സിന് ഇപ്പം എൻക്രിപ്റ്റ് ചെയ്തു, ഈ ഹെഡറിനെ ഡേറ്റയെ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാക്കേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ഹെഡറിനോ ഡേറ്റയ്ക്കോ ചേഞ്ച് വരുത്താനായിട്ട് ഹാക്കേഴ്സിന് പറ്റില്ല. ഓക്കെ, അപ്പം അത് ജസ്റ്റ് റീഡ് ചെയ്യാനേ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും സെക്യൂർ ആയിട്ട് ഇൻറ്റിഗ്രിറ്റി വരുത്തണം, കോൺഫിഡൻഷ്യാലിറ്റി വരുത്തണം. എന്ത് ചെയ്യണം? എൻക്രിപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പം എന്താണ് ഒരു വെർച്വൽ VPN എന്ന് പറഞ്ഞാൽ? VPN എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിനെയാണ് VPN എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഈ VPNൻ്റെ അകത്ത് VPN എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ്. ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് VPN എൻക്രിപ്ഷൻ, എനേബിളിംഗ് ദ ഫയർവാൾ ടു ഡിറ്റർമൈൻ. ഫയർവാൾ ഉപയോഗിച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും വെദർ ദ യൂസർ ഹു വാണ്ട് ടു കണക്ട് ടു VPN ഈസ് ആക്ച്വലി ഓതറൈസ്ഡ് ടു ഡു സോ. ഓക്കെ, ഫയർവാൾ ഉപയോഗിച്ച് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ആരാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള VPNലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ആൾ ആരാണ് എന്നുള്ളത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫയർവാൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ VPNലേക്ക് ആക്ച്വലി ഓതറൈസ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എൻകോഡ്സ് ദ ഡേറ്റ പേലോഡ് ടു മെയിൻറ്റെയിൻ ദ പ്രൈവസിക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുവാണ്? ഡേറ്റ പേലോഡിനെ എൻകോഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഇപ്പം നമുക്ക് ഡേറ്റ നമുക്ക് പോകണം, സെൻഡ് ചെയ്യണം. ഇപ്പം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം ഇവിടുന്ന് ഇവിടോട്ടാണ് പോവുക, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇത് കൂടാതെ ഇപ്പം വെർച്വലി ഇത് കറക്റ്റ് കണക്ഷൻ ഇല്ല, അല്ലാതെ ഒരു കണക്ഷൻ ഇത് തമ്മിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്ന നെറ്റ്വർക്കിനാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുമായിരുന്നു 2 ടൈപ്പ് ഓഫ് മോഡ്സ് ഉണ്ട്. IPs ഒക്കെ പഠിച്ചപ്പോൾ 2 തരത്തിലുള്ള മോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ടണൽ മോഡും ഉണ്ട്, ട്രാൻസ്പോർട്ട് മോഡും ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ ഈ ടണൽ മോഡിൻ്റെ അകത്തും പറയുന്നത്, അത് തന്നെയാണ്. അപ്പം ഇവിടെ ഇതൊരു എതർനെറ്റ് സ്വിച്ചിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എതർനെറ്റ് സ്വിച്ചാണ്. ഇവിടെ ഒരു ഫയർവാൾ ഉണ്ട്, കണ്ടോ? നെറ്റുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഫയർവാൾ ഉണ്ട്. ഫയർവാളിൻ്റെ അകത്ത് എന്തുണ്ട്? IPs ഒക്കെ ഉള്ള ഒരു ഫയർവാളാണ്. ഇത് നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്തേക്കുവാണ്. പബ്ലിക് നെറ്റ്വർക്ക് ഓർ പ്രൈവറ്റ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഡേറ്റ സെൻഡ് ചെയ്ത് ഇത് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കാം. ഇവിടുന്ന് ഡേറ്റ സെൻഡ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിൽ ചെല്ലണമെങ്കിൽ എന്താണ്? ആദ്യം IP ഹെഡർ, ആദ്യം നമ്മൾ ഏതാണോ ഡേറ്റ, IP പേലോഡ് ഉണ്ട്. IP പേലോഡ് എന്ന് പറയുന്ന ഡേറ്റയാണ് പേലോഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹെഡറിൻ്റെ അകത്തായിരിക്കും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഹെഡറിൻ്റെ അകത്താണ് ഉണ്ടാവുക.
അപ്പം ഇത് കൊടുത്ത് കഴിയുമ്പം ഈ ഫയർവാളിൻ്റെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു IPsec ഹെഡറും ഓക്കെ പേലോഡും ഇതിനെ ഇത്ര എണ്ണത്തിനെയും ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ, എൻക്രിപ്റ്റ് ചെയ്യും. വേറെ ആരും ഇത് റീഡ് ചെയ്യാതിരിക്കാൻ ഇത് ഇത്രയും പോർഷൻ, അതായത് ഇവിടെ നീ അയച്ച ഈ പോർഷൻ ഉണ്ടല്ലേ, IP ഹെഡർ IP പേലോഡ് ഇത്രയും ഇതിനെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് പുതിയ ഒരു IP ഹെഡർ ഫ്രണ്ടിൽ ആഡ് ചെയ്യും. നമ്മൾ നേരത്തെ ടണലിൻ്റെ അകത്ത് പഠിച്ച പോലെ തന്നെ ഇതിപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു പുതിയ IP ഹെഡർ ആഡ് ചെയ്യും. ഈ പുതിയ IP ഹെഡർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള IP ഹെഡറാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നേരെ ഇവിടെ പോവും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിലെത്തും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം കേട്ടോ, ടണലിങ്ങിൻ്റെ അകത്ത് ഒരു വെർച്വൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഒരു കണക്ഷൻ അല്ല, വെർച്വലി. ഓക്കെ, വെർച്വലി ഒരു കണക്ഷൻ, പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആണ് ഇവിടെ ഈ ഒരു പബ്ലിക് നെറ്റ്വർക്കിൽ കൂടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഇതാണ് പറഞ്ഞത്, ഒരു ഒറിജിനൽ ഡേറ്റാഗ്രാം ഉണ്ടെങ്കിൽ ആ ഒറിജിനൽ ഡേറ്റാഗ്രാമിനെ എന്ത് ചെയ്യും, അത് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അത് ഇന്നർ ഡേറ്റാഗ്രാം ആക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, ഡേറ്റാഗ്രാമിൻ്റെ ഹെഡർ എക്സ്ട്രാ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് ടണലിങ്ങിൻ്റെ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ ചെയ്യുന്നത് ഒരു അട്രാക്റ്റീവ് സൊല്യൂഷൻ ടു നെറ്റ്വർക്ക് മാനേജേഴ്സ്. ഒരു നെറ്റ്വർക്ക് മാനേജേഴ്സിന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. VPN consists of set of computers that is interconnected by means of a relatively unsecured network and that make use of encryption and special protocol to provide security. VPN-ൻ്റെ അകത്ത് എന്തുണ്ട്, സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, അൺസെക്വേർഡ് ആയിട്ടുള്ള റിലേറ്റീവ്ലി അൺസെക്വേർഡ് നെറ്റ്വർക്കുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ അൺസെക്വേർഡ് നെറ്റ്വർക്ക് ആണെങ്കിലും ഇത് എൻക്രിപ്ഷനും പിന്നെ സ്പെഷ്യൽ പ്രോട്ടോക്കോളും പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് കൊടുത്തിരിക്കുവാണ്, ഇവിടെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തേക്കുവാണ്. മനസ്സിലായോ? സെറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെ ഇന്റർകണക്ട് ചെയ്തേക്കുവാണ്. സെറ്റ് ഓഫ് കമ്പ്യൂട്ടറിനെ ഇന്റർകണക്ട് ചെയ്തേക്കുവാണ്. ഏതുമായിട്ടാണ്, ഒരു അൺസെക്വേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കുമായിട്ട് ഇന്റർകണക്ട് ചെയ്തേക്കുവാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുമ്പം ഈ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തേക്കുന്നു, എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നു. പിന്നെ സ്പെഷ്യൽ പ്രോട്ടോക്കോൾ ഇവിടെ യൂസ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആ ഫിഗറിൻ്റെ അകത്ത് കാണിച്ചായിരുന്നു. അത് ഹെഡറും പിന്നെ ഡേറ്റായും ഓക്കെ പേലോഡും കൂടി എൻക്രിപ്റ്റ് ചെയ്തു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഹെഡർ നമ്മൾ ആഡ് ചെയ്തു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. At each corporate site, workstation, server and a database are linked by one or more local area networks. ഈ കേസിൽ വർക്ക് സ്റ്റേഷന് അല്ലെ സെർവർ ഡേറ്റാബേസ് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ ലാൻ നെറ്റ്വർക്കുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഇതുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ ലാൻ ഉണ്ട്. ആ ലാനിൽ എന്ത് ചെയ്തിരിക്കുവാണ്, പബ്ലിക് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. The internet or some other public network can be used to interconnect site, providing cost saving over use of private network and overloading the wide area network management task to the public network provider. സൈറ്റുകളെ തമ്മിൽ നമുക്ക് പരസ്പരം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ എന്താ വേറെ പബ്ലിക് നെറ്റ്വർക്കോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൈവറ്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഓഫ് ലോഡിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പബ്ലിക് നെറ്റ്വർക്കിൻ്റെ ഇവിടുത്തെ യൂസ് എന്താണ്, ടാസ്കുകൾ തമ്മിൽ ഇവിടെ കുറച്ചിരിക്കുവാണ് അല്ലേ. പബ്ലിക് നെറ്റ്വർക്കിൻ്റെ ടാസ്ക് ഇവിടെ കുറച്ചേക്കുവാണ്. ഡയറക്റ്റ്ലി ഇതൊരു വെർച്വൽ കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് ചെയ്യുന്നത്. രണ്ട് സൈറ്റുകൾ തമ്മിൽ ഒരു വെർച്വൽ കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവിടെ. ഓക്കെ, ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ
അതിൻ്റെ കോപ്പറേറ്റ് സിസ്റ്റത്തിലേക്ക് റിമോട്ട് സൈറ്റിൽ ഇരുന്നുകൊണ്ട്, അതാണ് പറഞ്ഞത്, റിമോട്ടായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു കോപ്പറേറ്റ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് ടെലികമ്മ്യൂട്ടറുകൾക്കും മറ്റ് മൊബൈൽ ജീവനക്കാർക്കും ഒരേ പബ്ലിക് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ആക്സസ് പാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ, ഇപ്പോൾ ഒരു കോപ്പറേറ്റ് സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് റിമോട്ട് സൈറ്റിൽ ഇരിക്കുന്നവർക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അതിനെന്താണ് സെപ്പറേറ്റ് പാത്താണ് കൊടുക്കുന്നത്, ഒരു വെർച്വൽ പാത്താണ്. ഇപ്പം നമുക്ക് കണക്ഷൻ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നിന്ന് വേറെ ഒരു റിമോട്ടിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി വേറെ ഒരു വെർച്വൽ പാത്താണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം IPsec എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഫയർവാളിന് ബിഹൈൻഡായിട്ട് ഒരു ബോക്സിലുണ്ട്. ഓക്കെ, ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഒരു സെപ്പറേറ്റ് ബോക്സ് ബിഹൈൻഡ് ദ ഫയർവാൾ കൂടാതെ എന്തുണ്ട്, ഒരു സെപ്പറേറ്റ് ബോക്സിൽ ഇന്റേണലി ആണ് അത് ചെയ്തേക്കുന്നത്. അപ്പം ഈ VPN ട്രാഫിക് പാസ് ചെയ്യുന്ന എവിടാണ്, ഫയർവാളിൽ കൂടെ 2 ഡയറക്ഷനിലും പോകുന്നുണ്ട്. അത് എൻക്രിപ്റ്റഡ് ഫോമിലാണ് പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് എൻക്രിപ്റ്റഡ് ഫോമിൽ പോകുന്നത്? ഇപ്പം ഇവിടെ നമ്മൾ IPsec-ഉം കൂടെ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. IPsec-ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേന് അത് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും പോകുന്നത്. IPsec ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫയർവാളിൻ്റെ ബിഹൈൻഡായിട്ട് IPsec ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാഫിക്കുകളെല്ലാം പാസ് ചെയ്യുന്ന ഏതുവഴിയാണ്, VPN-ൽ കൂടാണ് പാസ് ചെയ്യുന്നത്. 2 ഡയറക്ഷനിലും പോകുന്നതും വരുന്നതും VPN-ൽ കൂടാണ്. അത് ഏത് ഫോർമാറ്റിലാണ്, എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലാണ് അത് പോകുന്നത്. അപ്പം ചില കേസ് ഇപ്പം ഈ ഫയർവാളിന് ചെയ്യാൻ പറ്റാത്ത ഫിൽട്ടറിങ് ഇൻഫോർമേഷൻസ് എല്ലാം എന്ത് ചെയ്യും, അസസ് കൺട്രോളർ, ലോഗിങ്, സ്കാനിങ് ഫോർ വൈറസ് എല്ലാം എന്ത് ചെയ്തോളും, IPsec ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഫയർവാൾ ചെയ്തില്ലെങ്കിലും ഈ കാര്യങ്ങളെല്ലാം IP സെക്യൂരിറ്റി ചെയ്തോളും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്ക് പഠിച്ചത് എന്താണ്, ഒരു എൻക്രിപ്റ്റഡ് ടണൽ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ അത് VPN ആണ്, വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞ ഒരു വെർച്വൽ കണക്ഷൻ ആണ് ഒരു റിമോട്ട് സൈറ്റുമായിട്ട് ഇവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഫയർവാൾ കൂടാതെ തന്നെ IP സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് IP സെക്യൂരിറ്റിയും ഇവിടെ വരുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്, എൻക്രിപ്റ്റഡ് ഫോമിലാണ് ഡേറ്റാസിനെ അയക്കുകയും നമ്മൾ റിസീവ് ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുവാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.